നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. എല്ലാ കാലത്തും ഒട്ടനവധി കുട്ടികൾ തൊഴിൽ അവസരങ്ങൾ തേടി പോകുന്ന ഒരു മേഖലയാണ് ഫാഷൻ ടെക്നോളജി, അതല്ലെങ്കിൽ ഫാഷൻ മേഖല. അപ്പോൾ ഈ മേഖലയിൽ ഒരു കാലത്ത് ഇന്ത്യയിൽ അവസരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ കോഴ്സുകൾ വളരെ കുറവായിരുന്നു. പാരീസിലും മറ്റും പോയാണ് കുട്ടികൾ ഫാഷൻ മേഖലയിൽ, അതും കുറച്ച് സമ്പന്ന വർഗത്തിന് മാത്രം പറ്റുന്ന ഒരു കാര്യമായിരുന്നത്. എന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ആ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലയ്ക്ക് NIFT വന്നതിന് ശേഷം ഇന്ത്യയിലെമ്പാടും കുട്ടികൾക്ക് ഫാഷൻ ടെക്നോളജി മേഖലയിലേക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോഴ്സുകൾക്കുള്ള ഒരു അവസരമുണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് NIFT ഓഫർ ചെയ്യുന്ന UG PG കോഴ്സുകളെക്കുറിച്ചാണ്. ഫാഷൻ മേഖലയിലുള്ള ഏറ്റവും സുന്ദരമായ കരിയറിലേക്ക് എത്തുവാനുള്ള കോഴ്സുകൾ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെമ്പാടുമായി 19 ക്യാമ്പസുകളാണ് NIFTക്ക് ഉള്ളത്, അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എന്ന സ്ഥാപനത്തിനുള്ളത്. കേരളത്തിൽ കണ്ണൂരാണ് NIFT ഉള്ളത്. നമുക്ക് അടുത്ത് തന്നെയുള്ള സമീപ പ്രദേശങ്ങളിൽ ബാംഗ്ലൂർ കർണാടകയിലുമുണ്ട്, അതുപോലെ ചെന്നൈ തമിഴ്നാട്ടിലും ഉണ്ട്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിലാണ് കൂടുതലും കേരളത്തിലെ കുട്ടികൾ പോകുന്നത്. ബാംഗ്ലൂരുള്ള NIFT, ചെന്നൈ NIFT, അതുപോലെ തന്നെ കണ്ണൂരുള്ള കേരളത്തിലെ ഒരേ ഒരു NIFT. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ 19 ക്യാമ്പസുകളിലുമായി ബാച്ചിലേഴ്സ് കോഴ്സുകളും PG കോഴ്സുകൾക്കുമുള്ള അവസരങ്ങൾ ഇതിനോടൊപ്പം ഈ വർഷം 2024-25 വർഷത്തേക്കുള്ള അഡ്മിഷനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ പ്രോഗ്രാം ബാച്ചിലർ ഓഫ് ഡിസൈൻ അല്ലെങ്കിൽ BDIS എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അതൊരു 4 വർഷ ഡിഗ്രി പ്രോഗ്രാമാണ്. +2 കഴിഞ്ഞവർക്ക് ഇതിന് അപേക്ഷിക്കാം. അതല്ല എങ്കിൽ AICTE അംഗീകാരമുള്ള ത്രിവത്സര ഡിപ്ലോമ, 3 വർഷത്തെ ഡിപ്ലോമ AICTEയുടെ അംഗീകാരമുള്ളത് പഠിച്ചവർക്കും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഫാഷൻ ആക്സസറിയുമായി ബന്ധപ്പെട്ട ലെതർ, ടെക്സ്റ്റൈൽ ഒക്കെയായി ബന്ധപ്പെട്ട പ്രോഗ്രാംസാണ് ഓഫർ ചെയ്യുന്നത്. ഇതൊരു ബേസിക്കലി ഡിസൈൻ പ്രോഗ്രാമാണ്, ഫാഷൻ ഡിസൈനിങ് പ്രോഗ്രാമാണ്, ഒരു ഡിഗ്രി പ്രോഗ്രാമാണ്, 4 വർഷത്തെ ഒരു കോഴ്സായിരിക്കും. രണ്ടാമതുള്ള ഒരു ഓപ്ഷൻ ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി അല്ലെങ്കിൽ BF ടെക് എന്ന് പറയുന്ന പ്രോഗ്രാം. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ് ഈ BF ടെക് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി. ഇത് 4 വർഷ പ്രോഗ്രാമാണ്. ഇതിനുള്ള എലിജിബിലിറ്റിയും യഥാർത്ഥത്തിൽ +2 കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനും അതുപോലെ 3 ഇയർ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത AICTE അംഗീകൃത ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തവർക്കും ഇതിന് അപേക്ഷിക്കാം. മറ്റൊരു കോഴ്സ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് മാസ്റ്റർ ഓഫ് ഫാഷൻ മാനേജ്മെൻറ്റ്. ഇതൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ MFM എന്ന് പറയുന്ന മാസ്റ്റേഴ്സ് പ്രോഗ്രാം. ഇത് NIFTയുടെ ഒരു ഡിഗ്രി ഉള്ള സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ NID പോലെയുള്ള 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാംസ്, ഫാഷൻ ടെക്നോളജി, ഫാഷൻ ഡിസൈനിങ് മായി ബന്ധപ്പെട്ട കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത ഡിഗ്രി ഉള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു PG പ്രോഗ്രാം കൂടിയാണ് ഈ മാസ്റ്റർ ഓഫ് ഫാഷൻ മാനേജ്മെൻറ്റ്. ഇത് അടിസ്ഥാനപരമായി ഒരു മാനേജ്മെൻറ്റ് കോഴ്സ് കൂടിയാണ്. മാനേജ്മെൻറ്റിലെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. ഫാഷനുമായി നേരെ സ്പെഷ്യലൈസേഷൻ ഉള്ളതാണ് എന്ന് മാത്രം. ഇതിനെല്ലാം ഉള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കൊന്ന് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു എൻട്രൻസ് ടെസ്റ്റാണ് നമുക്ക് ഇതിനാദ്യമായിട്ടുള്ളത്. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, CBT എന്ന് പറയുന്ന മോഡലിലുള്ള ടെസ്റ്റായിരിക്കും. അതിനകത്ത് ജനറൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. ഇതിൽ ജനറൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ തന്നെയാണ്. അപ്പോൾ അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യാം. നിങ്ങൾ ഒരു പക്ഷേ അത് പല ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ്, നമ്മുടെ സർഗ്ഗാത്മകതയെ ഒന്ന് അളക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റ്. അതൊരു പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് ആയിരിക്കും. പേനയും പേപ്പറും ഉപയോഗിച്ച് എഴുത്ത് പരീക്ഷ രീതിയിൽ ഉള്ള ടെസ്റ്റ് ആയിരിക്കും. അതിൽ ഡ്രോയിങ് കാര്യങ്ങളുണ്ടാകാം, ആൻസർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാകാം, ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനുള്ള കാര്യങ്ങളുണ്ടാകാം. അങ്ങനെ നിങ്ങളുടെ സർഗ്ഗാത്മകതയും ക്രിയേറ്റിവിറ്റിയും നിങ്ങളുടെ ഒരു അത്തരത്തിലുള്ള പെർഫോമൻസ് ആയിരിക്കും ഈ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റിൽ അവർ പരിശോധിക്കുക. നമുക്കറിയാവുന്നതുപോലെ ഇത്തരം മേഖലകളിൽ ഫാഷൻ ടെക്നോളജി, ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം സർഗ്ഗാത്മകത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളൊരു ടെസ്റ്റ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിനും അപ്പുറമായി അടുത്ത ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. അവർ ചെയ്യുന്നത് സാധാരണ എന്തെങ്കിലുമൊക്കെ കുറച്ച് വസ്തുക്കൾ തരും, കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് തരും.
കുറേ സാധനങ്ങൾ, അതിനകത്ത് പലതരത്തിലുള്ള സാധനങ്ങളുണ്ടാവും. ഈ തന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിരിക്കും അവർ ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഒരു പ്രോഡക്റ്റ് എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് പറയണമെന്നില്ല. എന്തായിരുന്നാലും ഈ നമുക്ക് ലഭ്യമായ കുറേ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു നല്ല പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിനെ ഒരു പ്രോട്ടോടൈപ്പ് ആക്കി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ സിറ്റുവേഷൻ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റണം. ഈ കമ്പ്യൂട്ടർ ടെസ്റ്റ് ഫെബ്രുവരി 9 ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്ത ശേഷം അവർ ഇൻവൈറ്റ് ചെയ്യും. 9 ഫെബ്രുവരിയിലായിരിക്കും ടെസ്റ്റ്. കേരളത്തിലെ പല ലൊക്കേഷൻസിൽ ഇതിൻ്റെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് എവിടെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് ജാനുവരി 6 ആണ്. 2025 ജാനുവരി 6 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ വെബ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അവിടെ കയറി നിങ്ങൾ ഇതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻസ്, ഇവർ ഈ എൻട്രൻസ് ടെസ്റ്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതും ഇവരൊരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിലൂടെ ഏറ്റവും മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ എൻ്റെ എല്ലാ ദിവസവും എൻ്റെ ചാനലിലൂടെ ഇത്തരം വീഡിയോസ്, തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായി ശ്രമിക്കുക, ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.